ഈ കഴിഞ്ഞ ദിവസം അതായത് 13 ജാനുവരി 2024 സ്റ്റോക്ക് മാർക്കറ്റ് വലിയൊരു ഷോക്കാണ് മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ ഷെയർ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. BSE സെൻസെക്സും അതേപോലെ നിഫ്റ്റിയും ഏകദേശം 1.5% ഇടിവ് രേഖപ്പെടുത്തി. അതേപോലെ സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ ഏകദേശം 4.14%, മിഡ് ക്യാപ്പ് ഓഹരികളുടെ വിലയിൽ ഏകദേശം 4% കൂടുതലും ഇടിവാണ് രേഖപ്പെടുത്തിയത്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലും അതേപോലെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ നിക്ഷേപ തുകയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും ഗെയിൻ ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ ഗണ്യമായിട്ടുള്ള രീതിയിൽ ഒരു കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. BSE സെൻസെക്സും അതേപോലെ നിഫ്റ്റിയും അതിൻ്റെ ഹൈയിൽ നിന്ന് ഏകദേശം 13%-ഓളമാണ് ഈ വർഷം ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം അതായത് 14 ജാനുവരിയിൽ ഇപ്പോൾ മാർക്കറ്റ് പോസിറ്റീവ് സോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. BSE സെൻസെക്സ് ഏകദേശം 275 പോയിന്റ് അപ്വേർഡായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ട്രെൻഡ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴത്തേനും കണ്ടിന്യൂ ചെയ്യുമോ എന്നെനിക്കറിയില്ല. എങ്കിൽ തന്നെയും സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ട്. എന്തൊക്കെയാണ് ഈ നെഗറ്റീവ് ഫാക്ടേഴ്സ്? സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ കൂടുതലായിട്ട് വ്യക്തികൾ നിക്ഷേപം നടത്തുവാനായിട്ട് ആരംഭിച്ചത് കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങൾക്ക് ഇടയിലാണ്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ നിക്ഷേപങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പല ഇൻവെസ്റ്റേഴ്സിനും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂവിൽ കുറവ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഗെയിൻ ചെയ്തിരിക്കുന്ന റിട്ടേൺസിൽ കുറവ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പാനിക് സിറ്റുവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇതൊരു പാനിക് സിറ്റുവേഷൻ അല്ല. സാധാരണയായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പൂർവ്വകാല ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനെ പല അവസരങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റ് 10%, 15% അല്ലെങ്കിൽ 20% വരെയൊക്കെ കറക്ഷൻസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഇടിവുകളിൽ നിന്ന് പൂർവാധികം ശക്തിയോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾ ലോങ് ടൈമിലേക്ക് നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾ ഇത് നിങ്ങളെ എത്ര കണ്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നു? നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾ വിഡ്രോ ചെയ്യണമോ അതോ കണ്ടിന്യൂ ചെയ്യണമോ? സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇടിവ് എത്ര നാൾ വരെയും കണ്ടിന്യൂ ചെയ്യും? ഇതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളിൽ പലപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ അഡ്വൈസ് ചെയ്യാറുള്ളത് അവരൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആയിരിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിന് നമുക്ക് ക്ഷമ വേണം. അതോടൊപ്പം തന്നെ SIP അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെയുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റുകൾ നേടിത്തരും. 2000 ആണ്ട് മുതൽ ഇന്ന് വരെയും നിഫ്റ്റിയിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ SIP റൂട്ടിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് എത്രയൊക്കെ ഗെയിൻ ലഭിച്ചിരിക്കാം എന്നതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ പ്രസൻറ്റേഷനോട് നിങ്ങൾ കാണാതെ പോകരുത്. ആ പ്രസൻറ്റേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ ലോങ് ടൈമിലേക്ക് SIP റൂട്ടിൽ നിക്ഷേപങ്ങൾ നടത്തിയാൽ നമുക്ക് എത്രയൊക്കെ ബെനിഫിറ്റുകൾ ലഭിക്കാം. ഇത് കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ തന്നെയും വരും കാലങ്ങളിലേക്കും നമുക്ക് ഇതേപോലെയുള്ള അല്ലെങ്കിൽ ഇതിനേക്കാളും മെച്ചമായിട്ടുള്ള റിട്ടേൺസ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നോ അല്ല മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ നിന്നോ ലഭിക്കാനായിട്ടുള്ള ചാൻസുകളുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. റീസെൻ്റായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലുള്ള ഇൻക്രീസാണ്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒരു ബാരലിന് $80 കൂടുതലായിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നതിന് മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ US റഷ്യയിൽ നിന്നുള്ള ഓയിലിന് എന്തോ സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ റഷ്യയിൽ നിന്നുള്ള ഓയിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക്, അതായത് ഇന്ത്യ, ചൈന പോലെയുള്ള രാജ്യങ്ങളാണ് കൂടുതലായിട്ട് റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന് റഷ്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻ വരികയും അതിനനുബന്ധമായിട്ട് US നിന്നോ അല്ലെങ്കിൽ GCC കൺട്രീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ ഇന്ത്യ, ചൈന പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഓയിൽ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാകുകയും ഇത് ഓയിലിൻ്റെ പ്രൈസ് ഒരു എക്സ്റ്റെൻഡ് വരെയും കൂടാനായിട്ട് ഉള്ള ഒരു കാരണമാകും. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂവിലുള്ള ഇടിവാണ്. ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഏകദേശം 86 രൂപ 50 പൈസയിൽ കൂടുതലായിട്ടുണ്ട്. ദിനം പ്രതി ഡോളറുമായിട്ട് ഇന്ത്യൻ റുപ്പിയുടെ വിനിമയ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പല രീതിയിലും നമ്മുടെ ഇക്കോണമീനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കമ്മോഡിറ്റീസാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്.
ഇത് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂടും. കാരണം ഡോളറിന് വില വർദ്ധിച്ചാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റിക്കെല്ലാം കൂടുതലായിട്ടുള്ള എക്സ്ട്രാ പണം നൽകേണ്ടി വരും. അത് ഫൈനലായിട്ട് നമ്മുടെ ഇക്കോണമിയുടെ ഗ്രോത്തിനെയും അഫക്റ്റ് ചെയ്യും. സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ട്രംപ് ഈ ജാനുവരി 20 അധികാരമേൽക്കുമ്പോൾ അദ്ദേഹം ട്രേഡ് പോളിസിയിലും അതേപോലെ തന്നെ താരിഫ് ഇതേപോലെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഡിസിഷനാണ് എടുക്കാൻ പോകുന്നതിനെക്കുറിച്ച് അവ്യക്തതയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ നിന്നും മറ്റും മനസ്സിലാകുന്നത് ചൈന, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ താരിഫ് റേറ്റ് കൂട്ടുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നെഗോഷിയേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതേപോലെയുള്ള ഒരു അൺസർട്ടനിറ്റിയും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ആണ്. ഇന്ത്യൻ മാർക്കറ്റിലെ സെക്യൂരിറ്റികൾ വിറ്റ് ഈ പണം പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ 2024 തന്നെ ഏകദേശം 125 ലക്ഷം രൂപയോളം സെക്യൂരിറ്റികൾ അവർ വിറ്റു. അതുകൊണ്ട് ഈ 2025 ഈ 14 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ ഏകദേശം 30,000 കോടിയിൽ കൂടുതലുള്ള സെക്യൂരിറ്റികൾ അവർ ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിച്ചു, പണം പുറത്തേക്ക് കൊണ്ടുപോയി. ഇതും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇടിവിനെ ഹെൽപ്പ് ചെയ്ത ഇമ്പോർട്ടൻറ്റും അതേപോലെ മേജറായിട്ടുള്ളൊരു കാരണമാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫെബ്രുവരി മാസം ആദ്യം വരാനിരിക്കുന്ന യൂണിയൻ ബഡ്ജറ്റാണ്. ഈ യൂണിയൻ ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് ഫൈനാൻസ് മിനിസ്റ്റർ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. കഴിഞ്ഞ ബഡ്ജറ്റിലെ പോലെ തന്നെയാണ് ഗവൺമെൻറ് അവർ അനൗൺസ്മെൻറ്റുകൾ നടത്തുന്നത് അല്ലെങ്കിൽ കൺസംഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റിന് വലിയ ഗുണം ചെയ്യുകയില്ല. ഇന്ന് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമോ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറയുന്നത്. കഴിഞ്ഞ മീറ്റിങ്ങിൽ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ 2 മുതൽ 4 പ്രാവശ്യം വരെയും റേറ്റ് കട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ US ഇൻഫ്ലേഷൻ കൂടുമെന്നും ഈ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത US ജോബ് ഡേറ്റയിൽ ഗണ്യമായിട്ടുള്ള വർധനവ് വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്ത്യൻ മാർക്കറ്റ് അതിനനുബന്ധമായിട്ടുള്ള ട്രേഡിങ്ങും ഡിസ്കൗണ്ടിങ്ങും ഒക്കെ നടന്നിരുന്നു. US ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു റേറ്റ് കട്ട് അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റും അതേപോലെയുള്ള എമർജിംഗ് മാർക്കറ്റുകളെ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ US ട്രഷറി ഈൽഡ് കൂടിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഏഴാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനികളിലെല്ലാം Q3 റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. Q3 റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ വന്നിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ മോശമായിട്ടുള്ള റിസൾട്ടുകളാണ് പല കമ്പനികളും അനൗൺസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. കമ്പനികളുടെ മൂന്നാം പാദത്തിലെ അവരുടെ ഫൈനാൻഷ്യൽ റിസൾട്ട് ഈ വരും ആഴ്ചകളിൽ അനൗൺസ് ചെയ്യും. ഓരോ മേജർ കമ്പനികളും അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ആ റിസൾട്ട് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്തോ അല്ലെങ്കിൽ കമ്പനിയുടെ മറ്റുള്ള ഗ്രോത്തോ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് എത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് വിപണിയെ ഹ്രസ്വകാലത്തേനെങ്കിലും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്റ്റോക്ക് മാർക്കറ്റ് കുത്തനെ ഇടിയാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ GDPയിലുള്ള ഫോർകാസ്റ്റാണ്. കഴിഞ്ഞ കാലങ്ങളിൽ GDP ഗ്രോത്ത് 8% കൂടുതൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിങ്ങിലും നമ്മുടെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് 6.4% കുറയുമെന്നുള്ള കണക്ക് കൂട്ടലുകളും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒട്ടനവധി നെഗറ്റീവ് ന്യൂസുകളുണ്ട്. കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പിന്നോട്ട് വലിക്കുന്നത്. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. വിപണി കൂടുകയും കുറയുകയും ചെയ്യുന്നത് സാധാരണയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് താല്പര്യപ്പെടുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളെ റിസ്ക് പ്രൊഫൈൽ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ
സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തണമെങ്കിൽ നിങ്ങളുടെ KYC ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഷോർട്ട് ടൈമിലേക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് വളരെ റിസ്ക്കുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്ന ഇടിവ് കാലാകാലങ്ങളിൽ നിലനിൽക്കുകയില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതേപോലെയുള്ള അവസരങ്ങൾ മുതലാക്കി നിങ്ങളുടെ കയ്യിലുള്ള പണം ചെറിയ ചെറിയ നിക്ഷേപങ്ങളായിട്ട് നടത്തുവാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സജസ്റ്റ് ചെയ്യുന്നില്ല. എപ്പോഴും SIP റൂട്ടിലുള്ള നിക്ഷേപങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ ബെനിഫിറ്റുകൾ നൽകുന്നത്. കഴിഞ്ഞ 25 വർഷത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് നമ്മളൊരു SIP നടത്തിയിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് എത്രയൊക്കെ ബെനിഫിറ്റുകൾ ലഭിച്ചേക്കാം, അല്ലെങ്കിൽ ഇന്ന് എത്രയാണ് നമ്മുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷനിൽ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ലോങ് ടൈമിലേക്കും അതേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടും മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ ബെനിഫിറ്റുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഈ എക്സൽ ഷീറ്റിൽ ഞാൻ കമ്പയർ ചെയ്തിരിക്കുന്നത് 2000 ആണ്ട് മുതൽ 2025 വരെയും NSE നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഓരോ മാസത്തെയും ഇൻഡെക്സ് വാല്യൂ ആണ്. 1-ാം തീയതി 10,000 രൂപ SIP നടത്തുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പല മാർക്കറ്റ് കണ്ടീഷനിലൂടെ പോയി 25 വർഷങ്ങൾക്ക് ശേഷം എത്രയൊക്കെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഡാറ്റ ഞാനിവിടെ, അല്ലെങ്കിൽ ഈ പ്രസൻറ്റേഷൻ ഞാനിവിടെ ചെയ്യുന്നത്. ഇവിടെ ഈ പ്രസൻറ്റേഷനിൽ വ്യക്തമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 25 വർഷത്തെ നിഫ്റ്റിയുടെ ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ പല അവസരങ്ങളിലും മാർക്കറ്റ് 15% കൂടുതലൊക്കെ ഒരു മാസം കറക്റ്റ് ചെയ്ത മാസങ്ങളുണ്ട്. ഇതാണ് ഞാനിവിടെ കറക്റ്റായിട്ടിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2001 മാർച്ചിൽ 15% ഒരു മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 2001 തന്നെ സെപ്റ്റംബർ മാസത്തിൽ 13% മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 2002 10% ഒരു മാസം മാർക്കറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2003 ജൂണിൽ ഏകദേശം 13% മാർക്കറ്റ് കൂടിയിട്ടുണ്ട്. 2003 ഡിസംബറിൽ 16% മാർക്കറ്റ് കൂടിയിട്ടുണ്ട്. 2004 മെയ്യിൽ ഏകദേശം 18% ഒരു മാസം, അതായത് ആ മെയ് മാസം മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല അവസരങ്ങളിലും ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഗേഴ്സ് അല്ലെങ്കിൽ ആ ഡേറ്റിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ആ മാസം മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ 2008 ഒക്ടോബറിൽ 28% ഒരു മാസം കൊണ്ട് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അതേപോലെ 2009 മെയ്യിൽ ഒരു മാസം 28% നിഫ്റ്റിയിൽ ഇൻഡെക്സിൽ വാല്യൂവിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലോ ലോങ് ടൈമിലേക്കാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ മാർക്കറ്റിൽ ഇതേപോലെയുള്ള വേരിയേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഇതേപോലെ മാർക്കറ്റിൽ വരുന്ന 5% 10% കറക്ഷൻസ് ബോധന ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഈ പ്രസൻറ്റേഷന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഓരോ മാസവും 10,000 രൂപ SIP 2000 മുതൽ ഓരോ മാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് യൂണിറ്റ്, ഇത് ക്യുമുലേറ്റീവ് യൂണിറ്റ്, ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് കാണിക്കുന്നത്. കാരണം SIP ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ആവറേജിംഗ് ആണ്. നിങ്ങളിവിടെ തന്നെ ശ്രദ്ധിക്കുക, 2001 മാർച്ചിൽ 15% ആ മാസം മാർക്കറ്റ് ഡൗൺ ആയപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം 10,000 രൂപ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൂടുതൽ യൂണിറ്റ് ഇവിടെ കിട്ടി. അതിന് മുന്നത്തെ മാസം 739 യൂണിറ്റാണ് 10,000 രൂപയ്ക്ക് കിട്ടിയതെങ്കിൽ ഈ മാർക്കറ്റ് ഡൗൺ ആയിട്ടുള്ള മാസം 870 യൂണിറ്റ് അദ്ദേഹത്തിന് കൂടുതലായിട്ട് കിട്ടി. അതേപോലെ 2001 സെപ്റ്റംബറിൽ അദ്ദേഹത്തിന് 1094 യൂണിറ്റ് 10,000 രൂപയ്ക്ക് ലഭിച്ചപ്പോൾ അതിന് മുന്നത്തെ മാസം 948 യൂണിറ്റ് ലഭിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് നിഫ്റ്റിയിൽ ഏകദേശം ഒരു 13% ഇടിവ് സംഭവിച്ചിരിക്കുന്നു. നിഫ്റ്റി ഇൻഡെക്സ് കൂടുന്ന സമയം, അതായത് 2002 നവംബറിൽ ആ മാസം 10% നിഫ്റ്റിയിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. ആ മാസം നമുക്ക് ലഭിച്ച യൂണിറ്റ് കുറവാണ്, 952 ഉള്ളൂ. അതിന് മുന്നത്തെ മാസം 1051 യൂണിറ്റ്സ് നമ്മൾ ലഭിച്ചപ്പോൾ
അപ്പോൾ നമ്മുടെ SIP ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ആവറേജിംഗ് ആണ്. NAV-കളിൽ അല്ലെങ്കിൽ പല പ്രൈസുകളിൽ നമുക്ക് യൂണിറ്റുകൾ അലോട്ട് ചെയ്യും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാർക്കറ്റിനെ ടൈം ചെയ്യാൻ പറ്റില്ല. ഏത് സമയത്താണ് മാർക്കറ്റ് ഇൻക്രീസ് ചെയ്യുക, ഏത് സമയത്താണ് മാർക്കറ്റ് ഡൗൺ ചെയ്യുക, ഈ കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതേപോലെ SIP റൂട്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മളെ സഹായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോസ്റ്റ് ആവറേജ് ചെയ്യുന്നു. കാരണം പല റേറ്റുകളിൽ പല NAV-കളിൽ യൂണിറ്റുകൾ അലോട്ട് ചെയ്യുമ്പം മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടും, മാർക്കറ്റ് അപ്പ് ആണെങ്കിൽ അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റുകൾ കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഈ കോസ്റ്റ് ആവറേജ് ചെയ്യുന്നത് കാരണം ഫൈനലായിട്ട് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പവർ ഓഫ് കോമ്പൗണ്ടിങ് അതേപോലെയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഈ കോസ്റ്റ് ആവറേജിങ്ങും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ അവർക്ക് അതിൻ്റേതായ ബെനിഫിറ്റുകൾ ലഭിക്കും. അപ്പോൾ നമ്മുടെ ഈ എക്സാമ്പിളിൽ തന്നെ ഒരു വ്യക്തി ഈ കഴിഞ്ഞ 25 വർഷം 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഏകദേശം 30 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന യൂണിറ്റ് ഏകദേശം 85,880 യൂണിറ്റ് ആണ്. ഇപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ വില ഞാനിത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇന്നത്തെ കണക്കിൽ ഏകദേശം 234 രൂപ ഇതിന് പ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 15 രൂപയാണ് പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രൈസാണ് ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ട് 234 രൂപയായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന പല പ്രൈസ് വേരിയേഷനിലും നിങ്ങൾക്ക് യൂണിറ്റുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അലോട്ട് ചെയ്ത യൂണിറ്റാണ് 85,880 യൂണിറ്റ്. അപ്പം ഒരു യൂണിറ്റിൻ്റെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും 35 രൂപയെ വന്നിട്ടുള്ളൂ. ഒരു യൂണിറ്റ് നിങ്ങൾ വിറ്റാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 234 രൂപയാണ്. അപ്പം ഇതിൻ്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 2 കോടി വരാം. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത് ഏകദേശം 1,71 ലക്ഷം രൂപ വരാം. ഇത് 25 വർഷത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി സിമ്പിളായിട്ട്, കാരണം 25 വർഷമൊന്നും പല ആളുകൾക്ക് അല്ലെങ്കിൽ 25 വർഷം മുന്നേ ഒന്നും ഇതേപോലെ SIP സ്റ്റാർട്ട് ചെയ്ത് വളരെ കുറച്ച് ആൾ അതിരിക്കട്ടെ. എന്നാൽ ഇതൊരു 10 വർഷങ്ങൾക്ക് മുന്നേ ആണ്, അതായത് 2015-ലാണ് നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ഞാനിവിടെ ഒരു ഡാറ്റ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് സെയിം പ്രോസസ്സ് അനുസരിച്ച് യൂണിറ്റുകൾ അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് 2015 നമ്മൾ 10,000 രൂപ വീതം നടത്തിയ SIP, അതായത് നിങ്ങൾ നിഫ്റ്റി ഇൻഡെക്സിലാണ് ഒരു SIP റൂട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നതെങ്കിൽ എത്ര വന്നിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഏകദേശം നിങ്ങൾക്ക് ഇതിൽ നിന്ന് 10,000-ൽ കൂടുതൽ യൂണിറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് 119 രൂപയാണ്. നമ്മുടെ ആദ്യത്തെ കേസിൽ 35 രൂപയായിരുന്നു. അതായത് 25 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കോസ്റ്റിൽ ഇത്രയും കുറവ് വന്നിരിക്കുന്നത്. അപ്പോൾ 10 വർഷം മുന്നേ ആണ് നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നതെങ്കിൽ നിങ്ങളുടെ ആവറേജ് കോസ്റ്റ് 119 രൂപ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ കറണ്ട് വാല്യൂ ഏകദേശം 23,57,000 വരാം. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത് ഏകദേശം 11,57,000 രൂപയുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മൾ എത്രയോ വർഷം കൂടുതൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും പവർ ഓഫ് കോമ്പൗണ്ടിങ് അതേപോലെ തന്നെ കോസ്റ്റ് ആവറേജിങ്ങും അതിൻ്റെ അകത്ത് നടക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നത്. ഇത് വളരെ ഷോർട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ആണെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഷോർട്ട് ടൈമിൽ ഇതേപോലെ നടക്കുന്ന, ഇപ്പം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഇടിവുകൾ ഈ 25 വർഷങ്ങൾക്കുള്ളിൽ എത്രയോ പ്രാവശ്യം നടന്നിരിക്കുന്നു. നിങ്ങളൊരു ദീർഘകാല ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും ബോധർ ചെയ്യാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞ ഡേറ്റ, ഇത് റിയൽ ആയിട്ടുള്ള ഡേറ്റയാണ്. ഈ ഡേറ്റ അനുസരിച്ച് ഈ 25 വർഷക്കാലത്തിനുള്ളിൽ 15%, ഇവൻ 20%-ൽ കൂടുതൽ വരെയും പല അവസരങ്ങളിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കറക്ഷനിൽ നിന്ന് എല്ലാം മുക്തി നേടി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന് ഇത്രയും വരെ എത്തി. 2000-ൽ നിഫ്റ്റിയുടെ വില എന്ന് പറയുന്നത്, ഇൻഡെക്സിൻ്റെ വില ഏകദേശം 1,500 ആയിരുന്നു. അതാണിപ്പം ഏകദേശം 23,000 ആയി മാറിയിരിക്കുന്നത്. അതായത് 25 വർഷം കൊണ്ട് അത് 23,000-ഓളം അല്ലെ 23,000-ന് മേളിൽ വന്നിരിക്കുന്നത്. അതിനാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൽ വരുന്ന വേരിയേഷൻസ് അധികം ബോധർ ചെയ്യാതിരിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് വളരെ വ്യക്തമായിട്ട് ഈ ലൈവ് ഡേറ്റയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിനും ചെയ്തു. ഇത് പൂർവ്വകാലത്ത് നടന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റയാണ് ഇവിടെ ഞാൻ തന്നിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് വരുന്ന ഒരു 5 വർഷത്തേനോ 10 വർഷത്തേനോ എക്സ്റ്റെൻഡ് ചെയ്താലും ഇതേപോലെയുള്ള ഒരു കാര്യങ്ങളായിരിക്കും 99% കേസിലും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ ആത്മവിശ്വാസം കൈവടിയാതിരിക്കുക, മാർക്കറ്റിനെ വിശ്വസിക്കുക, ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, പാനിക്കാകാതിരിക്കുക.
ഫിയർ എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ഫീലിംഗ് നിങ്ങളെ പിടികൂടാതെ ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റ് എല്ലാ സമയങ്ങളിലും വാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഫണ്ടിൻ്റെ NAV എല്ലാ സമയങ്ങളിലും വാച്ച് ചെയ്തിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കുക. ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമ്മൾ നടത്തുന്ന SIP മുഖാന്തരമുള്ള നിക്ഷേപങ്ങൾ ലോങ് ടൈമിലേക്ക് നമുക്ക് നല്ല ബെനിഫിറ്റുകൾ നേടിത്തരുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് താഴുന്ന സമയങ്ങളിൽ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കുന്നതും അതിനോടനുബന്ധിച്ച് നമ്മുടെ കോസ്റ്റ് ആവറേജ് ചെയ്ത് നിങ്ങളുടെ പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യേണ്ട സമയം ആകുമ്പോഴത്തേനും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് നല്ലൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ആംഫി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസറുടെ ഉപദേശം തേടിയതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള 1200ഓളം വീഡിയോകൾ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.